ഹലോ ഓൾ, വെൽക്കം ടു ചാപ്റ്റേഴ്സ് അക്കാഡമി. ചാപ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ജൂനിയർ അക്കൗണ്ടൻ്റ് സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ വളരെ ബേസിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ വരുന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്നിങ്ങനെയാണ് അതിൽ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നിന്നും പലപ്പോഴും PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമുകൾ നിങ്ങൾ ഏറ്റവും അടുത്തായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട്. സോ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിൻ്റെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ ആൻഡ് HUF സിമിലർ ആണ്. കമ്പനി അതുപോലെ തന്നെ ഫേം ഒക്കെ വരികയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെയും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പിനെയും നിങ്ങൾ രണ്ട് രീതിയിൽ കാണേണ്ടതുണ്ട്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ സിറ്റിസൺഷിപ്പിന് ഒരു പ്രാധാന്യമില്ല. ഇന്ത്യയിൽ ഒരാൾ എത്രത്തോളം കാലം റെസിഡൻ്റായി ഇരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരാളുടെ വരുമാനത്തിൽ നിന്നും എത്രത്തോളം ഇൻകം ടാക്സ് പിടിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. സോ ഏതൊക്കെ ഇൻകംസ് ആണ് ടാക്സബിൾ ആവുന്നത്, ഏതൊക്കെ ഇൻകംസ് ആണ് ടാക്സബിൾ അല്ലാത്തതെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്ക് ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്ന കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സെർട്ടൈൻ കണ്ടീഷൻസ് ആണ്. ഇൻകം ടാക്സ് ആക്ട് കൃത്യമായിട്ട് ബേസിക് കണ്ടീഷൻ എന്നും അഡീഷണൽ കണ്ടീഷൻ എന്നും കൃത്യമായിട്ട് അതിനെ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. സോ ബേസിക് കണ്ടീഷനിൽ വരുന്ന 2 കണ്ടീഷൻസ്, അഡീഷണൽ കണ്ടീഷൻസിൽ വരുന്ന 2 കണ്ടീഷൻസ്, ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് ഈ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും എന്ന് പറയുന്നത്. നമുക്കത് സിമ്പിളായിട്ട് ലോജിക്കലി ഒന്ന് മനസ്സിലാക്കി പോകാം. ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് ബേസിക് കണ്ടീഷൻസ് ആണ്. എന്താണ് ഈ ബേസിക് കണ്ടീഷൻസ്? 2 ബേസിക് കണ്ടീഷൻസ് ഇൻകം ടാക്സ് ആക്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹി ഷുഡ് ബി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 182 days. അതായത് പ്രീവിയസ് ഇയറിൽ, നമുക്കറിയാം പ്രീവിയസ് ഇയറിൽ ഇൻകത്തിനാണ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത്. സോ പ്രീവിയസ് ഇയറിൽ ഒരു വ്യക്തി 182 ദിവസമെങ്കിലും, അതായത് ഒരു കൊല്ലത്തിന്റെ പകുതി, ഏറ്റവും കുറഞ്ഞത് അത്രയും ദിവസമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. ബേസിക് കണ്ടീഷനിലെ ഒരു കണ്ടീഷനാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒരു കണ്ടീഷനാണ് ഹി ഷുഡ് ബി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days or more during the previous year and 365 days or more during the 4 years preceding the previous year. അതായത് പ്രീവിയസ് ഇയറിൽ 60 ദിവസവും അതിന് മുന്നേയുള്ള പ്രീവിയസ് മുന്നേയുള്ള 4 വർഷങ്ങളിലായിട്ട്, ആ 4 വർഷം കൂടിയിട്ടാണ്, ആ 4 വർഷം കൂടിയിട്ട് 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സോ നമുക്കൊരു വ്യക്തിയുടെ ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത ഡീറ്റെയിൽസ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത്. സോ ഈ 2 കണ്ടീഷൻസ് ആണ് ബേസിക് കണ്ടീഷൻസ്. ഈ ബേസിക് കണ്ടീഷനെ ഞാൻ നേരത്തെ പറഞ്ഞു, ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം, റൈറ്റ്? സോ ഈ ബേസിക് കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു. ഒന്നാമത്തേത് 182 days or more, ഏറ്റവും കുറഞ്ഞത് 182 ദിവസം. ഇനി അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന് മുന്നേയുള്ള 4 വർഷങ്ങളായിട്ട് 365 ദിവസവും. സോ ആ ബേസിക് കണ്ടീഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. ഇനി നമുക്ക് ഈ ബേസിക് കണ്ടീഷനിൽ ചെറിയൊരു എക്സംഷൻ പറയുന്നുണ്ട്, അതിലേക്ക് ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ 60 days റൂൾ ഉണ്ടല്ലോ, അതായത് ബേസിക് കണ്ടീഷനിൽ രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്ന 60 ദിവസം എന്ന് പറയുന്നതിന് ചില എക്സംഷൻസ് ഉണ്ട്. അത് വരുന്നത് ഈ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരുണ്ടല്ലോ. കാരണം നമുക്കറിയാം പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരായ ആളുകൾ ലീവിനൊക്കെ നാട്ടിലേക്ക് വരാനുണ്ട്. സോ അവർ കുറഞ്ഞൊരു കാലയളവിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഭീമമായ തുക ഇൻകം ടാക്സ് അടക്കേണ്ട ഒരു ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പരാതികൾ വരുന്നപ്പോഴാണ് ഗവൺമെന്റ് അതിൽ ചെറിയൊരു എക്സംഷൻസ് വരുത്തിയിട്ടുള്ളത്. ഈ എക്സംഷൻ അപ്ലിക്കബിൾ ആകുന്നത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ലീവിംഗ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസ്, റൈറ്റ്? അല്ലെങ്കിൽ ഓർ ആസ് എ മെമ്പർ ഓഫ് എ ക്രൂ ഇൻ എൻ ഇന്ത്യൻ ഷിപ്പ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരന് വിദേശത്തേക്ക് ജോലിക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിൽ അയാൾ പിന്നെ ഇന്ത്യയുടെ പുറത്തേക്ക് ജോലിക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബേസിക് കണ്ടീഷൻ 182 days എന്ന് മാത്രമാണ്. അവിടെ 60 days നമ്മൾ നോക്കൂല, റൈറ്റ്? ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ ഫോറിൻ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഒന്നുകിൽ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ഉള്ള, ഇന്ത്യൻ വേരുകളുള്ള ഒരു ഫോറിൻ സിറ്റിസൺ comes to visit India in the previous year must have stayed at least 120 days if total income other than income from foreign source exceeding ₹50 lakh during the previous year. അതായത് പ്രീവിയസ് ഇയറിൽ ഫോറിൻ ഇൻകം അല്ലാത്ത ഇൻകംസ് 15 lakh എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, റൈറ്റ്? ഫോറിൻ ഇൻകം അല്ലാത്ത ഇൻകംസ്
50 lakh എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം 120 days തന്നെ സ്റ്റേ ചെയ്യണം. ഇനി ഈ ഫോറിൻ ഇൻകം അല്ലാത്ത ഇൻകംസ് 15 lakh എക്സീഡ് ചെയ്യുന്നില്ല എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 182 days തന്നെ അപ്ലിക്കബിൾ ആകും. റൈറ്റ്. സോ ഇന്ത്യൻ സിറ്റിസൺസിനും അതുപോലെ ഇന്ത്യൻ ഒറിജിൻസ് ആയിട്ടുള്ള വിദേശ പൗരന്മാർക്കും ചെറിയൊരു ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സംഷൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ നമ്മൾ ബേസിക് കണ്ടീഷൻ പഠിച്ചു 182 days അതേപോലെ തന്നെ 60 days, അതുപോലെ 365 days 4 വർഷം മുന്നേ, അതായത് പ്രീവിയസിന് മുന്നേ 4 വർഷത്തിൽ 365 ദിവസം നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അതിലൊരു എക്സംഷനും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ കണ്ടീഷനിലേക്ക് പോകാം. എന്തൊക്കെയാണ് അഡീഷണൽ കണ്ടീഷൻ? 2 അഡീഷണൽ കണ്ടീഷനാണ് ഇൻകം ടാക്സ് അതോറിറ്റി പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് 2 year റെസിഡന്റ് ഔട്ട് ഓഫ് 10 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുന്നേയുള്ള 10 വർഷം അതിലേതെങ്കിലും 2 വർഷം ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, അതിന് നമ്മൾ ബേസിക് കണ്ടീഷൻ നോക്കിയാൽ മതിയാകും. ഇനി രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താ പറയുന്നത്? ഹി ഷുഡ് ബി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days or more ഡ്യൂറിംഗ് ദ 7 years പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിന് മുന്നേ ഉള്ള 7 വർഷങ്ങൾ നോക്കിയാൽ അതിലെല്ലാം കൂടി ഒരു 730 ദിവസം 730 days അയാൾ ഇന്ത്യയിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ കണ്ടീഷനിലെ രണ്ടാമത്തെ കണ്ടീഷനുമായി. സോ നമ്മൾ ബേസിക് കണ്ടീഷൻ പഠിച്ചു, ബേസിക് കണ്ടീഷനിൽ എക്സംഷൻ പഠിച്ചു, ദെൻ അഡീഷണൽ കണ്ടീഷനും പഠിച്ചു. നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ഈ 2 കണ്ടീഷൻസ് ആണ്. ബേസിക് കണ്ടീഷൻ ഏതാണെന്നുള്ളത്, അതിൽ വരുന്ന 2 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അഡീഷണൽ കണ്ടീഷനിൽ വരുന്ന 2 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ കൃത്യമായിട്ട് റൂളിലേക്ക് പോകുന്നത്. ഇൻകം ടാക്സ് അതോറിറ്റി പറയുന്നു ഈ റൂളുകൾ നോക്കിയിട്ട് നമുക്ക് ഒരു വ്യക്തിയെ 3 തരത്തിൽ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ്. റൈറ്റ്. രണ്ടാമത്തേത് റെസിഡന്റ് ആണ് പക്ഷെ നോട്ട് ഓർഡിനറി റെസിഡന്റ്. റെസിഡന്റ് ആണ് പക്ഷെ അയാൾ സ്ഥിരമായിട്ടൊന്നും ഇന്ത്യയിലില്ല. സോ റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് നമ്മൾ പറയും. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നോൺ റെസിഡന്റ് ആണ്, ഇന്ത്യയിൽ അയാൾ കാര്യമായിട്ട് താമസിച്ചില്ല എന്ന് പറയുന്നു. സോ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം, ഈ ബേസിക് കണ്ടീഷന്റെയും അഡീഷണൽ കണ്ടീഷന്റെയും അടിസ്ഥാനത്തിൽ. ഓക്കെ, സോ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഓർഡിനറി റെസിഡന്റ് ആവുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ പറയുന്നത് സാറ്റിസ്ഫൈ 1 ബേസിക് കണ്ടീഷൻ ആൻഡ് 2 അഡീഷണൽ കണ്ടീഷൻ. ഒരു വ്യക്തി ഓർഡിനറിലി റെസിഡന്റ് ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതേപോലെ തന്നെ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ ആ രൂപത്തിലാണ് ഒരാളെ ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയുന്നത്. ഇനി നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതിൽ കൃത്യമായിട്ട് പറയുന്ന റൂൾ എങ്ങനെയാണ്, സാറ്റിസ്ഫൈ 1 ബേസിക് കണ്ടീഷൻ ആൻഡ് എനി 1 or none ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻ. എന്താണ് അങ്ങനെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, പക്ഷേ അഡീഷണൽ കണ്ടീഷനിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ അയാളെ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയും. അയാൾ റെസിഡന്റ് ആണ് പക്ഷെ ഓർഡിനറിലി റെസിഡന്റ് അല്ല എന്നർത്ഥം. റൈറ്റ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബേസിക് കണ്ടീഷൻ പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി, പക്ഷെ അഡീഷണൽ കണ്ടീഷൻ പറയുമ്പോൾ 2ഉം സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളൊരു റൂൾ ഉണ്ട്. അതും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്. നോൺ റെസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിൽ ഒറ്റയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് പ്രീവിയസ് ഇയറിൽ 182 days ഇല്ല, അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും അതിന് മുന്നുള്ള 4 വർഷങ്ങളായിട്ട് 365 ദിവസവും ഇന്ത്യയിലില്ല. അങ്ങനെ 2ഉം ഇല്ലെങ്കിൽ ആൾ നോൺ റെസിഡന്റ് ആണ്. സോ ഈ രൂപത്തിലാണ് നമ്മൾ 3 തരത്തിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ കണ്ടീഷൻസ് പഠിക്കുന്നു, അഡീഷണൽ കണ്ടീഷൻ നമ്മൾ 2 പഠിച്ചു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു എക്സംഷൻ ടു ദ റൂൾ ഓഫ് 60 days ഉണ്ട്. 60 days എന്ന് പറഞ്ഞ റൂളിന് ചെറിയൊരു എക്സംഷൻ ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്കും അതേപോലെ തന്നെ ഇന്ത്യൻ ഷിപ്പിൽ ജോലി ചെയ്യാൻ പോകുന്ന ഇന്ത്യക്കാർക്ക്, വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പോകുന്ന ഇന്ത്യക്കാർക്കും കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ പഠിച്ചു. ഇനി അഡീഷണൽ കണ്ടീഷൻ 2 നമ്മൾ പഠിച്ചു. ഇനി ഇതിന്റെ ബേസിൽ എങ്ങനെയാണ് ഓർഡിനറി റെസിഡന്റ് എന്നും നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നും അതുപോലെ തന്നെ നോൺ റെസിഡന്റ് എന്നും തരംതിരിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഡീംഡ് റെസിഡന്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു കണ്ടീഷനൊന്നും നോക്കാതെ തന്നെ ഇതൊന്നും അപ്ലിക്കബിൾ ആകുന്ന രൂപത്തിൽ ഒരാളെ നമ്മൾ റെസിഡന്റ് ആയിട്ട് കണക്കാക്കും. അതായത് ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. എന്താണ് ഈ ഡീംഡ് റെസിഡന്റ്? അവിടെ പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇന്ത്യൻ പൗരനാണ്, അതായത് ഇന്ത്യൻ പൗരത്വമുള്ള ഒരു വ്യക്തി ഹു ഈസ് നോട്ട് ലേബിൾ ടു പേ ടാക്സ് ഇൻ എനി അതർ കൺട്രി ബൈ റീസൺ ഓഫ് ഹിസ് ഡൊമിസൈൽ ഓർ റെസിഡൻസ് ഓർ അതർ ക്രൈറ്റീരിയ ഷാൾ ബി ഡീംഡ് ടു ബി റെസിഡന്റ് in India if the total income other than income from foreign sources exceed ₹50 lakh during the previous year. അതായത് 2021-22 മുതൽ നിലവിൽ വന്നൊരു നിയമമാണ് ഡീംഡ് ടു ബി റെസിഡന്റ്. ഒരു ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തി അയാൾ താമസം കൊണ്ടോ അല്ലെങ്കിൽ റെസിഡൻസ് കൊണ്ടോ ഒന്നും, അതായത് അയാളുടെ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് അവിടെ ഒന്നും ടാക്സിബിൾ അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അവിടെ ഒന്നും അയാൾക്ക് ടാക്സ് വരുന്നില്ല എങ്കിൽ, അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം, അതായത് ഫോറിൻ ഇൻകം അല്ലാത്ത ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം അയാൾക്ക് 15 ലക്ഷത്തിൽ കൂടുതൽ പ്രീവിയസ് ഇയറിൽ കവിയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഡീംഡ് റെസിഡന്റ് ആയിട്ട് കണക്കൂട്ടും. കാരണം ഇന്ത്യയിൽ നിന്ന് അയാൾക്ക് വരുമാനം കിട്ടുന്നു, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്
പുറത്തായതുകൊണ്ട് തന്നെ അയാൾ പിന്നെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് ടാക്സ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ ഡീംഡ് റെസിഡന്റ് ആയിട്ട് കണക്കൂട്ടും. അതായത് റെസിഡന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ടാക്സ് അതോറിറ്റി ഡീം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അയാൾ ബാക്കി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അയാൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. അതിന്റെ കാര്യങ്ങളിലൊക്കെ ഇന്ത്യൻ ടാക്സ് ലോ പ്രകാരമുള്ള നിയമങ്ങളൊക്കെ അദ്ദേഹത്തിന് ബാധകമായിട്ട് വരും. റൈറ്റ്. ഇനി മറ്റൊരു കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും PYQ അടക്കം വന്നിട്ടുള്ള ഏരിയയാണ്. ഡീംഡ് ടു ബി റെസിഡന്റ് വിൽ ഓൾവേസ് ബി ട്രീറ്റഡ് ആസ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഡീംഡ് ടു ബി റെസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ടാണ് വരിക. എപ്പോഴും അദ്ദേഹത്തിനെ ആ രൂപത്തിലാണ് പരിഗണിക്കുക. അവിടെ ഇന്ത്യയിൽ എത്ര താമസിച്ചു, അഡീഷണൽ കണ്ടീഷൻ, ബേസിക് കണ്ടീഷൻ അങ്ങനെയൊന്നും നമ്മൾ നോക്കില്ല. ഡീംഡ് ടു ബി റെസിഡന്റ് ഈസ് ഓൾവേസ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ, നമ്മൾ ഈ 3 തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിച്ചു. അതിന്റെ ബേസിൽ ഓരോരുത്തർക്ക് വരുന്ന ഇൻകംസ് പല രൂപത്തിൽ ടാക്സബിൾ ആവും. ചില ഇൻകംസ് ടാക്സബിൾ ആയിരിക്കില്ല, ചിലത് ടാക്സബിൾ ആയിരിക്കും. സോ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള 1-2 PYQs ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഒരു PYQ കഴിഞ്ഞ HOD ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസിൽ PSC ചോദിച്ചൊരു ചോദ്യമാണ്. 2022 പിന്നെ വന്ന എക്സാം ആണ്. അതിൽ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് ഫോർ ഡീംഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതിലൊരു കൃത്യമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പോയിന്റ് ഉണ്ടാകും. എന്താണ് കറക്റ്റ്, എന്തല്ല കറക്റ്റ്, ഏത് സ്റ്റേറ്റ്മെന്റ് വരുന്ന രൂപത്തിൽ അത് കൃത്യമായിട്ട് ആദ്യം ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെ കൃത്യമായി ചോദിച്ചിട്ടുള്ളത് ആർ നോട്ട് കറക്റ്റ് എന്നുള്ളതാണ്. സോ സ്റ്റേറ്റ്മെന്റുകൾ എന്താണ് കറക്റ്റ് അല്ലാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഡീംഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കറക്റ്റ് അല്ലാത്തത്? ഒന്നാമത്തത് ഹിസ് ഓർ ഹെർ ഷുഡ് ബി എൻ ഇന്ത്യൻ സിറ്റിസൺ. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ശരിയാണ്, വളരെ ശരിയാണ്. ഡീംഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ ആൻസറിൽ വരേണ്ടതില്ല. രണ്ടാമത്തത് ഡീംഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഓൾവേസ് എ നോട്ട് ഓർഡിനറി റെസിഡന്റ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തതേ ഉള്ളൂ. ഡീംഡ് റെസിഡന്റ് എന്ന് പറയുന്നത് എപ്പോഴും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിരിക്കും. റൈറ്റ്. സോ അതും കറക്റ്റ് ആണ്, നമ്മുടെ ആൻസറിൽ വരേണ്ട ഒരു പോയിന്റ് അല്ല. ഇനി മൂന്നാമത്തെ നോക്കൂ, ഡീംഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് അപ്ലിക്കബിൾ ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് HUF. അവിടെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് HUF എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിരുന്നു ഡീംഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അപ്ലിക്കബിൾ ആവുന്നത് ഇൻഡിവിജ്വലിന് മാത്രമാണ്, HUFന് അത് ബാധകമല്ല. സോ ഇവിടെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തെ ഓപ്ഷൻ പറയുന്നു, അത് നമ്മുടെ ആൻസറിൽ വരേണ്ടതുണ്ട്. ഓപ്ഷൻ 3 ആൻസറിൽ വരേണ്ടതുണ്ട്. ഡീംഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അപ്ലൈഡ് വെൻ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് ഫോറിൻ സോഴ്സസ് എക്സീഡ് ₹15 lakh. 15 lakh ആണ് നമ്മൾ പറഞ്ഞ ത്രെഷോൾഡ് ലിമിറ്റ്. പക്ഷെ അത് ഇൻക്ലൂഡിംഗ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ല, എക്സ്ക്ലൂഡിംഗ് ഫോറിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. സോ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഇതിൽ ഓപ്ഷൻ 3ഉം 4ഉം ആൻസറിൽ വരേണ്ടതില്ല. നമ്മുടെ നോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കറക്റ്റ് അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം ആൻസറിൽ വരേണ്ടതില്ല. സോ ഓപ്ഷൻ 3 and 4 വരുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. റൈറ്റ്. സോ കറക്റ്റ് ഓപ്ഷൻ C ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. PSC KFC അസിസ്റ്റന്റ് മാനേജർ 2023 ചോദിച്ചൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റെസ്പോൺസ് വിത്ത് റെസ്പെക്ട് ടു ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആസ് റെസിഡന്റ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ് റെസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്? റൈറ്റ്. ചോദ്യം കറക്റ്റ് റെസ്പോൺസ് ആണ്. Then resident resides in India for a period of not less than 181 days in the relevant previous year. 181 ദിവസത്തിൽ കുറയാത്ത അത്രയും ഇന്ത്യയിൽ താമസിക്കണം. എന്ന് വെച്ചാൽ 182 ദിവസമെങ്കിലും മിനിമം താമസിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് കണ്ടീഷൻ ഒന്ന് മാറ്റി എഴുതിയെന്ന് മാത്രം. റൈറ്റ്. സോ അത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, റെസിഡന്റ് ആയിട്ട് കണക്കാക്കാൻ. Then resides in India for a minimum of 60 days in the relevant previous year and resides in India not less than 365 days in the immediately preceding 4 years. റൈറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബേസിക് കണ്ടീഷനിൽ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിരുന്നു 60 ദിവസം പ്രീവിയസ് ഇയറിലും അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിന് മുന്നേ ഉള്ള 4 വർഷങ്ങളായിട്ട് 365 ദിവസം ഇൻ ടോട്ടലും ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ. സോ ഈ രണ്ട് കണ്ടീഷനും വളരെ കറക്റ്റ് ആണ്, എയും ബിയും. ഇനി മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആർ ടുഗദർ ആർ റിക്വയർഡ്, either of A or B is to be fulfilled. റൈറ്റ്. സോ റെസിഡന്റ് ആയിട്ട് കണക്കാക്കാൻ നമ്മൾ പറഞ്ഞു, റെസിഡന്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് ഏതെങ്കിലും ഒന്നായിട്ട് കണക്കാക്കാൻ നമുക്ക് പിന്നെ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അവിടെ ആൻസർ എന്ന് പറയുന്നത് either A or B is to be fulfilled. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നോക്കൂ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബേസിക്കലായിട്ടുള്ള നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിന്റെ ക്വസ്റ്റ്യൻസിലും വരുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ എല്ലാം കൃത്യമായിട്ട് എത്താൻ പറ്റും, നല്ലൊരു റാങ്കും കരസ്ഥമാക്കി ഒരു ജോലിയിലേക്ക് എത്താനും പറ്റും. റൈറ്റ്. സോ ആ രൂപത്തിൽ നിങ്ങളുടെ പഠനം ക്രമപ്പെടുത്തുക. ചാപ്റ്റേഴ്സ് അക്കാഡമിയിൽ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഇന്റൻസീവ് ഓൺലൈൻ കോഴ്സ് ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കാം.
അതേപോലെ തന്നെ അഡ്മിഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാനുള്ള നമ്പർ കൊടുക്കാം. അതിൽ വിളിച്ചൊന്ന് എൻക്വയറി നടത്തുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. കൂടുതൽ ജൂനിയർ അക്കൗണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ടും PC അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യുക. ഏറ്റവും മികച്ച രീതിയിൽ പഠനം നടത്തുക. ഈ ജൂനിയർ അക്കൗണ്ടന്റ് റാങ്ക് ലിസ്റ്റിൽ മികച്ചൊരു റാങ്ക് കരസ്ഥമാക്കാൻ നിങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ചാപ്റ്റേഴ്സ് അക്കാഡമി. ഹാവ് എ നൈസ് ഡേ.